വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പം ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. സോ ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കടക്കുവാണ്. സോ പാർട്ട് 2 ആണ്. ആദ്യമേ നമ്മൾ കുറേ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു, കുറേ ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തായിരുന്നു. സോ അത് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമായിരിക്കും, എക്സാമിന് ഭയങ്കര എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. അപ്പം നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം: ടൈം ടേക്കൺ ബൈ എ ട്രെയിൻ 140 മീറ്റർ ലോങ് ടു ക്രോസ് എ ടെലിഫോൺ പോസ്റ്റ്. ശ്രദ്ധിച്ചോണം, എന്തിനെയാണ് മറികടക്കുന്നത്? ടെലിഫോൺ പോസ്റ്റിനെയാണ് പാസ് ചെയ്യേണ്ടത്. അവിടെയാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്നത്, ടെലിഫോൺ പോസ്റ്റിനെയാണ് മറികടക്കുന്നത്. അറ്റ് എ സ്പീഡ് ഓഫ് 72 കിലോമീറ്റർ പെർ അവർ, 72 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുന്ന ഒരു ട്രെയിൻ. ആ ട്രെയിനിന്റെ നീളം 140 മീറ്റർ ആണ്. 140 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ആണ്. അത് വഴിയരികിൽ നിൽക്കുന്ന ഒരു ടെലിഫോൺ പോസ്റ്റിനെ എത്ര സമയം കൊണ്ട് കടന്നു പോകും എന്നാണ് ചോദ്യം. സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ് മറികടക്കുന്നത്. സോ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ടെലിഫോൺ പോസ്റ്റ്, അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു മരം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെയാണ് നമ്മുടെ ട്രെയിൻ മറികടക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ടൈപ്പ് 1 ആണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ സമയം. കാരണം ടൈപ്പ് 1 പ്രോബ്ലം അല്ലേ. ടൈപ്പ് 1 പ്രോബ്ലം ആയതുകൊണ്ട് സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം ആണ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ സ്പീഡ് 72 കിലോമീറ്റർ പെർ അവർ അല്ലേ. അപ്പൊ സ്പീഡിന്റെ അവിടെ 72 എന്ന് എഴുതി. അത് കിലോമീറ്റർ പെർ അവർ ആണ്. സോ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇടതുവശം ക്ലിയർ ആയി. വലതുവശത്തേക്ക് വരുമ്പോൾ ട്രെയിനിന്റെ നീളം 140 മീറ്റർ ആണ്. 140 അതുപോലെ തന്നെ എഴുതി. ഡിവൈഡഡ് ബൈ സമയം ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ? അപ്പോ ടൈപ്പ് 1 ആണോ, ടൈപ്പ് 2 ആണോ, ടൈപ്പ് 3 ആണോ, ടൈപ്പ് 4 ആണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സോ 4 ടൈപ്പ് ചോദ്യങ്ങൾക്ക് 4 ഇക്വേഷൻ ഞാൻ ആദ്യമേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. നോക്കുക. സോ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ഒന്ന് മാറ്റേണ്ടി വരും സ്പീഡ്. അത്ര മാത്രം ചെയ്താൽ മതി. വെട്ടിക്കളഞ്ഞ ആൻസറായി. ഇവിടെ 18ന്റെ 4ാമത്തെ മൾട്ടിപ്പിൾ ആണ് 72. ഇവിടെ മക്കളെ 18ന്റെ 4ാമത്തെ മൾട്ടിപ്പിൾ ആണ് 72. അതേപോലെ 4ഉം 140 കൂടെ 4 കൊണ്ട് വെട്ടാം. 4 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 4 കൊണ്ട് ഹരിക്കുക. 4നെ 4 കൊണ്ട് ഹരിച്ചാൽ 1 ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. 140നെ 4 കൊണ്ട് ഹരിച്ചാൽ 140നെയാണ് 4 കൊണ്ട് ഹരിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ലെങ്കിൽ 140നെ നിങ്ങൾ സൈഡിലേക്ക് 4 കൊണ്ട് ഹരിച്ചാൽ മതി. 3 4 12, ശിഷ്ടം 2, 0 താത്തിറക്കി, 5 4 20, അതായത് 35 എന്ന് വരും. 140നെ 4 കൊണ്ട് ഹരിച്ചാല് 35 എന്ന് വരും. അപ്പൊ നമ്മൾ അവിടം വരെ ആയേ. ഇനി നമുക്ക് ഈ 5 35 കൂടെ വെട്ടിക്കൂടെ? അങ്ങനെ സമത്തിന്റെ ഇടതുവശത്ത് നിൽക്കുന്ന ഒരു നമ്പറിനെ വലതുവശത്ത് നിൽക്കുന്ന ഒരു നമ്പർ കൊണ്ട് കയറി വെട്ടുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അംശവും കൂടെ വെട്ടണം. അതേപോലെ ഛേദവും കൂടെ വെട്ടുന്നതിൽ ഒരു തെറ്റുമില്ല. സോ വെട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകളിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എടാ ഈ 5ഉം ഈ 35 കൂടെ വെട്ടിക്കൂടെ? 5 കൊണ്ട് വെട്ടാവല്ലോ. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. സോ 5ന്റെ 7ാമത്തെ മൾട്ടിപ്പിൾ ആണ് 35. 5ന്റെ 7ാമത്തെ മൾട്ടിപ്പിൾ ആണ് 35. ക്രോസ് ആയിട്ട് ഗുണിച്ച ആൻസർ ആയി. വേറൊന്നും വെട്ടാനില്ല. സോ 1 × t, ദാറ്റ് ഈസ് t ഈസ് ഈക്വൽ ടു 7. 1 × 7 7 എന്ന് വരും. അപ്പൊ ഉത്തരം 7 എന്ന് വരും. അതായത് സെക്കൻഡ് ആണ്, സമയമാണ്. അപ്പൊ നിങ്ങളുടെ ഉത്തരം 7 സെക്കൻഡ് എന്നെഴുതി അവസാനിപ്പിച്ചാൽ 1 മാർക്ക് നമ്മുടെ പെട്ടിയിലോട്ട് വന്നു. ഇത്രേ ഉള്ളു പരിപാടി. ഇത്രേ ഉള്ളു. സിമ്പിൾ അല്ലേ? എളുപ്പത്തിൽ ആൻസർ കിട്ടിയില്ലേ? അപ്പൊ നിങ്ങൾ ടൈപ്പ് 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ എന്ന് മാത്രം നോക്കിയാൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. അടുത്തത് വീണ്ടും മറ്റൊരു ചോദ്യമായിട്ട് വീണ്ടും വരുന്നു. വാട്ട് ഈസ് ദ ടൈം? ടൈം ആണ് കണ്ടുപിടിക്കുന്നത്. ടേക്കൺ ബൈ എ ട്രെയിൻ ഓഫ് ലെങ്ത് 110 മീറ്റർ. എടാ മക്കളെ, 110 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് സൈഡിൽ നിൽക്കുന്ന ഒരു പോയിന്റിനെയാണ് കവർ ചെയ്യേണ്ടത്. ഒരു ബിന്ദുവിനെയാണ് ജസ്റ്റ് പാസ് ചെയ്ത് പോകേണ്ടത്.
സ്പീഡ് 36 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ 36 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുന്ന ഒരു ട്രെയിൻ, അതായത് ട്രെയിനിന്റെ നീളം 110 മീറ്റർ ആണ്. അത് വഴിയരികിൽ നിൽക്കുന്ന ഒരു ബിന്ദു, ഒരു പോയിന്റിനെ മറികടക്കാൻ എത്ര സെക്കൻഡ് വേണം, എത്ര സമയം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒരു പോയിന്റിനെയാണ് മറികടക്കുന്നത്. സോ ടൈപ്പ് 1 പ്രോബ്ലം ആണ്. പോയിന്റ് അല്ലെങ്കിൽ ട്രീ അല്ലെങ്കിൽ നമുക്ക് ഒരു ഫ്ലാഗ് ട്രീ, ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ഏതൊരു വസ്തുവിനെ മറികടക്കണം എന്ന് പറഞ്ഞാലും സോ ടൈപ്പ് 1 സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം എന്നുള്ളതാണ് ഇക്വേഷൻ. ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 ആണ്, കിലോമീറ്റർ പെർ അവർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇടതുവശം ക്ലിയർ ആയി. വലതുവശം ട്രെയിനിന്റെ നീളം 110 എന്നുള്ളതാണ്, ഡിവൈഡഡ് ബൈ സമയം അല്ലെങ്കിൽ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. സമയമാണ് ചോദിച്ചിരിക്കുന്നത്. 18ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആണ് 36. 18ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആണ് 36. ഇവിടെ 2ഉം 110ഉം കൂടെ വെട്ടിക്കൂടെ? 2 കൊണ്ട് വെട്ടിക്കൂടെ? 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. സോ 110ന്റെ പകുതി അല്ലെങ്കിൽ 110നെ 2 കൊണ്ട് ഹരിച്ച എത്ര? 55 അല്ലേ വരുന്നത്? 55. കാരണം 110ന്റെ പകുതി അങ്ങ് എടുത്താൽ മതി, 55 വരും. അതേപോലെ 5ഉം 55ഉം കൂടെ വെട്ടി എത്ര? 11 വരുന്നത്. സോ എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. സോ ക്രോസ് ആയിട്ട് ഗുണിക്കുക. 1 ഇൻറ്റു ടി, ദാറ്റ് ഇസ് ടി ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 11, ഉത്തരം 11. അതായത് ആൻസർ 11 സെക്കൻഡ് എന്ന് വരും ആൻസർ. കണ്ടോ, സമയം കണ്ടുപിടിച്ച കണ്ടോ? ഉത്തരം 11 സെക്കൻഡ് ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ. അപ്പോൾ ഇതെല്ലാം ടൈപ്പ് 1 ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിലെ പരിചയപ്പെടുത്തിയത്. ടൈപ്പ് 2വിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ഇനിയും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് നമ്മുടെ ഒരു മോക്ക് എക്സാം ആണ്, കേരളത്തിലെ CSEB പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ അതേ പാറ്റേണിൽ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അതേ പാറ്റേണിൽ നമ്മളൊരു മോക്ക് എക്സാം ആണ്, ഫ്രീ ആയിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു മോക്ക് എക്സാം എഴുതിക്കൊണ്ട് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടും. കാരണം എങ്ങനെയാണ് പരീക്ഷ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് സംശയമുള്ള ഒരുപാട് പേരുണ്ട്. സോ ഈ ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ എത്തിക്കണം. ഈ പരീക്ഷ തയ്യാറെടുക്കുന്ന എല്ലാവരും ഈ പരീക്ഷ എഴുതട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ റാങ്കിൽ എത്രാമതാണ്, നമ്മുടെ തെറ്റെന്താണെന്നുള്ള കാര്യങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതനുസരിച്ചുകൊണ്ട് നമ്മൾ അത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും. സോ മറക്കരുത്, ഡേറ്റ് വരുന്നത് ജൂലൈ 16 തീയതി വൈകുന്നേരം 5 മണി മുതൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. ജൂലൈ 19 തീയതി വരെ പരീക്ഷ എഴുതാം. തികച്ചും സൗജന്യമാണെന്നുള്ള കാര്യം മറന്നു പോകണ്ട. സോ പരമാവധി ആ ഒരു സാധ്യത മാക്സിമം പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ എ ട്രെയിൻ 100 മീറ്റർ ലോങ്? 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 72 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുമ്പോൾ സോ ഓവർടേക്ക് എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ മറികടക്കാൻ എടുക്കുന്ന സമയം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ടൈപ്പ് 1 ചോദ്യമാണ്. കാരണം പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന മനുഷ്യനെയാണ് മറികടക്കുന്നത്. സോ ലംബമായിട്ട് നിൽക്കുന്ന ഒരു വസ്തുവാണ്, പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ഒരു വസ്തുവാണ്. ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, മരം, മനുഷ്യൻ പോലെയുള്ള ബിന്ദു അല്ലെങ്കിൽ പോയിന്റ് പോലെയുള്ള ഒരു സാധനം തന്നെയാണ്, ഒരു മനുഷ്യനെയാണ് മറികടക്കുന്നത്. സോ ഇതിന്റെ നിങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കുക. സമയം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്ക് ആൻസർ കേട്ടോ. മറന്നുപോലെ. അടുത്തത് ഇവിടെ നോക്കിക്കോ. അങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഹോംവർക്ക് ചോദ്യം തന്നിട്ട് നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നു പോയപ്പോൾ ടൈം ടേക്കൺ ബൈ എ 220 മീറ്റർ ലോങ് ട്രെയിൻ അറ്റ് എ സ്പീഡ് ഓഫ് 30 കിലോമീറ്റർ പെർ അവർ ടു ക്രോസ് എ 80 മീറ്റർ ലോങ് ബ്രിഡ്ജ്. കണ്ടോ, അതായത് ഒരു ബ്രിഡ്ജിനെ, ഒരു പാലത്തിനെ മറികടക്കാൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ പാലമാണ്, പ്ലാറ്റ്ഫോം ആണെങ്കിലും അതേപോലെ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കൃഷിപ്പുരയിടത്തിനെ മറികടന്നു. സോ അങ്ങനെ കൃത്യമായി നീളം പറയുന്ന ഏതൊരു സാധനത്തിനെ മറികടക്കണം അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത് പോകണം അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞാല് അത് രണ്ടാമത്തെ ടൈപ്പ് ചോദ്യമാണെന്ന് മനസ്സിലാക്കണം. സോ ടൈപ്പ് 2 പ്രോബ്ലം ആണ്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് അവര് എന്താണോ തന്നിരിക്കുന്നത് അതിന്റെ നീളം കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ സമയം ടി. കണ്ടോ, ഇതാണ് ഇക്വേഷൻ.
സോ ടൈപ്പ് 2 പ്രോബ്ലം ആണ്. എങ്ങനെ മനസ്സിലാക്കി? കാരണം ബ്രിഡ്ജിനെയാണ് ക്രോസ് ചെയ്ത് പോകേണ്ടത് അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി സ്പീഡ് തന്നിട്ടുണ്ട് 30 km/h ആണ്. ഇടതുവശം 30 km/h. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇടതുവശം അങ്ങ് ക്ലിയർ ആയി. വലതുവശം ട്രെയിനിന്റെ നീളം 220 മീറ്റർ ആണ്. അതേപോലെ തന്നിരിക്കുന്ന ബ്രിഡ്ജിന്റെ നീളം 80 മീറ്റർ ആണ്. കൂട്ടിക്കോ, 220ഉം 80ഉം കൂടെ കൂട്ടിക്കോ. 220 മീറ്ററും 80 മീറ്ററും കൂടെ കൂട്ടിയാൽ 300 മീറ്റർ എന്ന് വരത്തില്ലേ? അത് കൂട്ടി അങ്ങ് എഴുതിക്കോ. അപ്പൊ വലതുവശം 300 എന്ന് വരും. ഡിവൈഡഡ് ബൈ സമയം അല്ലെങ്കിൽ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നും കൂടെ പറയാം. എടാ, ട്രെയിനിന്റെ നീളം 220 മീറ്റർ ആണ്, ബ്രിഡ്ജിന്റെ നീളം 80 മീറ്റർ ആണ്. സോ 220ഉം 80ഉം കൂടെ കൂട്ടിയാൽ 300 വരും. അപ്പോ നമുക്ക് ട്രെയിനിന്റെ ആ ഒരു വലതുവശത്തെ ഭാഗം മൊത്തം കിട്ടി 300 എന്ന് വന്നു. ഡിവൈഡഡ് ബൈ സമയം. ഇനി വെട്ടിക്കോ. ഇതാണ്ട് ഇവിടെ നോക്കിക്കോണേ, ഈ 30ഉം കൂടെ വെട്ടിക്കളഞ്ഞൂടെ? വെട്ടാം. അങ്ങനെ വെട്ടുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പൊ അവിടെ ഒന്നല്ലേ, 0 മറന്നു പോലല്ലേ, 10. എടാ മക്കളെ, താണ്ടോ 5ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 10? ഇവിടെ കിടക്കുന്ന 5, അവിടെ 10 കിടപ്പുണ്ട്. 5ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ഗുണിതമാണ് 10. ഇനിയൊന്നുമില്ല വെട്ടാന്. സോ ക്രോസ് ആയിട്ട് ഗുണിക്കുക. 1 × t, ദാറ്റ് ഈസ് t ഈസ് ഈക്വൽ ടു 18 × 2 36 എന്ന് വരും. ഉത്തരം 36 സെക്കൻഡ് എന്ന് എഴുതി അവസാനിപ്പിച്ചാൽ പരിപാടി അവസാനിച്ചു. ഇത്രയുണ്ട് പരിപാടി. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. ടൈപ്പ് 1 ആണെങ്കിൽ ആദ്യ ഇക്വേഷൻ ഉപയോഗിക്കുക, ടൈപ്പ് 2 ആണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കുക, ടൈപ്പ് 3 ആണെങ്കിൽ മൂന്നാമത്തത്, ടൈപ്പ് 4 ആണെങ്കിൽ നാലാമത്തത്. ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. സോ ഈ 4 ടൈപ്പ് ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ടൈം ടേക്കൺ ബൈ എ ട്രെയിൻ 520 മീറ്റർ ലോങ് ട്രെയിൻ ആണ്. അറ്റ് എ സ്പീഡ് ഓഫ് 90 km/h ടു ക്രോസ് എ 130 മീറ്റർ ലോങ് ടണൽ. കണ്ടോ എടാ, 520 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 90 km/h വേഗതയിൽ പോകുമ്പോൾ 130 മീറ്റർ നീളമുള്ള ഒരു തുരങ്കത്തിന് എത്ര സമയം കൊണ്ട് മറികടക്കും എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ അല്ലേ? ടൈപ്പ് 2 അല്ലേ? ടണൽ അല്ലേ? ടൈപ്പ് 2 അല്ലേ? ടണൽ, ബ്രിഡ്ജ്, നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ അല്ലെങ്കിൽ കൃഷിപ്പുരയിടം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ടൈപ്പ് 2 അല്ലേ? ടൈപ്പ് 2 ആണെന്നുണ്ടെങ്കിൽ സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് അവർ തന്നിരിക്കുന്ന സാധനത്തിന്റെ നീളം കൂട്ടുക ഡിവൈഡഡ് ബൈ സമയം ആണ് ഇക്വേഷൻ. സ്പീഡ് 90 km/h ആണ്. km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇടതുവശം ക്ലിയർ ആയി. വലതുവശം ട്രെയിനിന്റെ നീളം 520 മീറ്റർ ആണ്. അതേപോലെ ടണലിന്റെ നീളം 130 മീറ്റർ ആണ്. എടാ, 520 130 കൂടെ കൂട്ടിക്കോ. 520 130 കൂടെ കൂട്ടിയാൽ 650 എന്ന് വരും. ഡിവൈഡഡ് ബൈ സമയം. ടൈം, സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. സമയം, ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 90ന്റെ 0, 650ന്റെ 0 കട്ടായിപ്പോയി. സോ ആ 0 കട്ടായിപ്പോയി. 9ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആണ് 18. 9ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആണ് 18. 5ന്റെ 13ാമത്തെ മൾട്ടിപ്പിൾ ആണ് 65. 12 5 60, 13 5 65. ഇനി വെട്ടാനൊന്നുമില്ല. സോ ക്രോസ് ആയിട്ട് ഗുണിക്കുക. 1 × t, ദാറ്റ് ഈസ് t ഈസ് ഈക്വൽ ടു 2 × 13, 13 2 26 എന്ന് വരും. ഉത്തരം 26 സെക്കൻഡ് എന്നെഴുതി അവസാനിപ്പിച്ചാൽ 1 മാർക്ക് നമ്മുടെ പെട്ടിയിലായി. ഇത്ര ഉള്ളു പരിപാടി. അപ്പോ വെട്ടാനും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കാനും അറിയണം. പിന്നെ പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ടൈപ്പ് 1 ആണോ, ടൈപ്പ് 2 ആണോ, ടൈപ്പ് 3 ആണോ, ടൈപ്പ് 4 ആണോ, ഇത്രയും കാര്യം അറിയാമെങ്കിൽ ട്രെയിനിന്റെ മാർക്ക് നമ്മുടെ കസ്റ്റഡിയിലായി കേട്ടോ. സോ വീണ്ടും ഒരു ചോദ്യം ദേ വന്നു. ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. 650 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ആണ്. അത് പോകുന്ന വേഗത 90 km/h ആണ്. ടു ക്രോസ് എ 100 മീറ്റർ ലോങ് പ്ലാറ്റ്ഫോം. എടാ, 100 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം, 100 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെയാണ് മറികടക്കേണ്ടത്. പ്ലാറ്റ്ഫോം എന്ന് കേട്ടാൽ
ടണൽ എന്ന് കേട്ടാൽ എല്ലാം ഓർത്തോണം ടൈപ്പ് 2 ആണെന്ന് ആലോചിച്ചോണം. പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ടണൽ അല്ലെങ്കിൽ ഒരു പാഡി ഫീൽഡ് അങ്ങനെയൊക്കെയുള്ള നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ, ഇതിനകത്ത് ഏത് ചോദിച്ചാലും അത് ടൈപ്പ് 2 ആണെന്ന് ആലോചിച്ചോണം. സ്പീഡ് S= ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് അവർ തന്നിരിക്കുന്ന സാധനം അത് പ്ലാറ്റ്ഫോം ആണ്, അതിന്റെ നീളം കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ സമയം ടൈം. ഇതാണ് ഇക്വേഷൻ. ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 90 km/h ആണ്. 90 km/h ആണ്. മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഇടതുവശം ക്ലിയർ ആയി. വലതുവശത്തേക്ക് വരുമ്പോൾ ട്രെയിനിന്റെ നീളം 650 ആണ്. അതേപോലെ പ്ലാറ്റ്ഫോമിന്റെ നീളം 100 മീറ്റർ ആണ്. സോ 650 100 കൂടെ കൂട്ടിയാൽ 750 എന്ന് വരും. ഡിവൈഡഡ് ബൈ സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. 18ന്റെ 5ാമത്തെ മൾട്ടിപ്പിൾ ആണ് 90. 18 5 90. 18 5 90. 18ന്റെ 5ാമത്തെ മൾട്ടിപ്പിൾ 18 5 90. 18ന്റെ 5ാമത്തെ മൾട്ടിപ്പിൾ ആണ് 90. എടാ ഈ 5 കൂടെ ഗുണിച്ച 25. 25ന്റെ 3ാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 75. 25ന്റെ 3ാമത്തെ മൾട്ടിപ്പിൾ ആണ് 75. 0 മറന്നു പോകല്ലേ, 0 മറന്നു പോരുത്. ഇപ്പൊ ഇവിടെ 25 കിടപ്പുണ്ട്. 25ന്റെ 3ാമത്തെ മൾട്ടിപ്പിൾ ആണ് 75. പിന്നെ 0 ചേർത്ത് എഴുതുമ്പോൾ 30 എന്ന് വരും. ക്രോസ് ആയിട്ട് ഗുണിക്കുക. സോ ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ T= 30 സെക്കൻഡ് എന്ന് വരും ആൻസർ. അപ്പൊ ഉത്തരം ഇവിടെ 30 സെക്കൻഡ് ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. മറന്നു പോരുത്. സോ ടൈപ്പ് 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ എന്ന് മാത്രം നോക്കുക, വെട്ടാൻ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും നമ്മളൊരു ക്രാഷ് കോഴ്സിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 45 ദിവസം കൊണ്ട് എൻറ്റയർ സിലബസ് വേണ്ടത് മാത്രം ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ മാത്രം പഠിപ്പിച്ചുകൊണ്ട് ഒരു ക്യാപ്സൂൾ രൂപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പരമാവധി പ്രയോജനപ്പെടുന്ന രീതിയിൽ എക്സാം വളരെ ഭംഗിയായിട്ട് സന്തോഷത്തോടെ നിങ്ങൾക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ സജ്ജമാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 45 ദിവസത്തെ ഒരു വെടിക്കെട്ട് ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം. ഇതുപോലെയുള്ള ഓരോ ടോപ്പിക്കിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ അവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ലൈവ് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ ഇതുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു സാധ്യത കൂടി നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് ഇവിടെ പറയുന്നു. അപ്പൊ നമ്മൾ ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. സോ ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് സെഷനായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. സോ അപ്പൊ നിങ്ങൾ എക്സാം എഴുതാൻ മറന്നു പോകേണ്ട. എക്സാമിന്റെ ലിങ്ക് നമ്മൾ ബയോയിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചിരിക്കാം. സോ പരമാവധി പ്രയോജനപ്പെടുത്തുക. ട്രെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തു. സോ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിലേക്ക് ഷെയർ എത്തിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ. ടേക്ക് കെയർ.